ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ദൈവവചനം, ദൈവം ഹൗ ടു അൺലോക്ക് ഗോഡ്സ് പവർ ഇൻ യു, അല്ലെങ്കിൽ ദൈവപ്രവൃത്തി എന്നിൽ എങ്ങനെ വെളിപ്പെടും. പണ്ട് യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട മിച്ചം വന്നു. അവർ വന്ന് ചോദിച്ച യേശുവിനോടൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, യേശുവിനോട് അവർ ചോദിച്ചത്, ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത്. ആ അത്ഭുതം എങ്ങനെ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി ഡു ദ വർക്ക്സ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി, കാര്യം ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട മിച്ചം വന്നിരിക്കുക. സോ അവരുടെ ചോദ്യം മലയാളത്തിൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ അവനോട് ദൈവത്തിന്റെ പ്രസാദമുള്ള ഹൗ ക്യാൻ വി ഡു ദ വർക്ക്സ് ഓഫ് ഗോഡ്, പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഒന്ന് അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക. കാരണം ദൈവപ്രവൃത്തി അവിടെ നടന്നു കഴിഞ്ഞിരിക്കും. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനകത്തുള്ള ചില തെറ്റായ ധാരണകളുണ്ട്. ഒന്ന്, ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ ചിലപ്പം അത് ദൈവഹിതമായിരിക്കും, അതുകൊണ്ട് അത് വിട്ടുകളയും. 2, നമ്മൾ വന്ന വഴികൾ, നമ്മൾ ചെറുപ്പം മുതൽ കേട്ട ചില കാര്യങ്ങൾ, നിങ്ങളെക്കൊണ്ട് അത് നടക്കത്തില്ല, നിങ്ങളുടെ പാരമ്പര്യത്തിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അത്രയും വലിയ സ്വപ്നങ്ങളൊന്നും കൊണ്ട് നടക്കണ്ട. അതിലേറ്റവും വലിയ തടസ്സം നമ്മുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് യേശു താൻ സംസാരിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ യേശു പറയാണ്, നിങ്ങളുടെ യുവർ ട്രഡീഷൻസ് ഹാവ് മെയ്ഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഓഫ് നോ എഫക്റ്റ്. നിങ്ങളുടെ പാരമ്പര്യം തന്നെ ദൈവത്തിൻ്റെ വചനത്തെ പോലും ഇൻഎഫക്റ്റീവാക്കി. അപ്പം ദൈവം പറഞ്ഞ വാക്കിനേക്കാളും പവർഫുള്ളാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന ചിന്താഗതികൾ. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം അത് വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ട്രഡീഷണൽ ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കിനെ പോലും നിങ്ങൾ ദുർബലമാക്കി. അപ്പം ഇത് കേൾക്കുമ്പോൾ, ഇത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ദൈവമല്ല പല കാര്യത്തിനും തടസ്സം. ദൈവത്തിൻ്റെ പദ്ധതികളെ തടസ്സമാക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു പദ്ധതി തടസ്സമാക്കാൻ ദൈവം ഒരിക്കലും നിൽക്കത്തില്ല. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ഞാൻ നിവർത്തിക്കും. സോ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന്, എവ്രി ഗുഡ് തിങ്. എന്നാൽ പലപ്പോഴും കേൾക്കുന്ന വചനം നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കാത്തത് കൊണ്ട്. അപ്പോൾ വിശ്വാസത്തിന് ഒരു നിയമമുണ്ടോ, പ്രമാണമുണ്ടോ? ഉണ്ട്. വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. അതാ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 3:27 ലോ ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ലോ ഓഫ് ഫെയ്ത്ത്, ലോ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്, ലോ ഓഫ് ഫെയ്ത്ത്. ആ ലോ ഓഫ് ഫെയ്ത്ത് അനുസരിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യല്ല, ഞാൻ ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. അല്ലേ? വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണം അവിടെ എഴുതിയിട്ടില്ലേ? വിശ്വാസമാർഗം, വിശ്വാസത്തിൻ്റെ പ്രമാണം, ലോ ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ പോലും സങ്കീർത്തനം 78:41 അത് വളരെ മനോഹരമായ വചനമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് കോപം വന്നു, കാരണം അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്യും, ദൈവത്തെ ഒതുക്കി കളഞ്ഞു.
അപ്പോൾ ദൈവത്തെ ഒതുക്കി കളയുന്ന കാര്യങ്ങൾ എന്താ? ഒന്ന്, ഏറ്റവും വലുത് എൻ്റെ ചിന്താഗതികൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് കിടക്കുന്ന ലിമിറ്റേഷൻസ്. എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കുറ്റക്കാരനാണ്. ഏറ്റവും വലിയ ശത്രുവാണ് സെൽഫ് പിറ്റി. എന്നെക്കൊണ്ട് ഇത് നടക്കത്തില്ല, ഞാനിതിന് യോഗ്യനല്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പഠിച്ചു വന്ന പല കാര്യങ്ങളും, അതെനിക്ക് ലിമിറ്റേഷൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് സംഭവിച്ചത്. നോ, വെൻ യു അണ്ടർസ്റ്റാൻഡ്, നമുക്കത് ഒരു കാര്യം മനസ്സിലാകുമ്പോൾ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകണം. ദാറ്റ് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ നന്മയാണ്. നോ, പല രോഗങ്ങൾ വരുമ്പോഴും ആൾക്കാരിങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ ദൈവഹിതമായിരിക്കും. പ്രിയമുള്ളവരെ, രോഗം ദൈവത്തിൻ്റെ ഹിതമല്ല. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് ഹിതമുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കും. യേശു പ്രാർത്ഥിച്ചു നോക്കണമെന്നല്ല പറഞ്ഞത്, എനിക്ക് ഹിതമാണ്. ഒരിക്കലായി എന്നേക്കുമായി യേശു മറുപടി പറഞ്ഞു, സൗഖ്യം ദൈവത്തിൻ്റെ ഹിതമാണ്. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുമ്പോൾ യേശു പറഞ്ഞു, സാത്താൻ ബന്ധിച്ച ഇവളെ ഞാൻ വിട്ടയക്കേണ്ടി വരും. അപ്പോൾ രോഗസൗഖ്യം ദൈവത്തിൻ്റെ ഹിതമാണ്, ഉയർച്ച ദൈവത്തിൻ്റെ ഹിതമാണ്. ചുരുക്കം പറഞ്ഞാൽ നന്മ ദൈവത്തിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു 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 വശം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള പദ്ധതി മാത്രമാണ് എന്ന് നമ്മുടെ തലയിൽ കയറാൻ സാധ്യത. അതിനെ മതവൽക്കരിക്കുക എന്ന് പറയും. അപ്പം എന്തിനാ യേശുവിനെ സ്വീകരിക്കേണ്ടത്? മോക്ഷം കിട്ടാൻ, നിത്യജീവൻ കിട്ടാൻ. എന്നാൽ സ്വർഗത്തിൽ പോകാൻ മാത്രമാണോ ദൈവം പുതിയ സൃഷ്ടി ഉണ്ടാക്കിയത്, പുതിയ സൃഷ്ടിക്ക് വേണ്ടി ദൈവവചനം തന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ പോകാൻ മാത്രമായിട്ടുള്ള വഴിയാണ്, മോക്ഷത്തിൻ്റെ മാത്രം വഴിയാണെങ്കിൽ, നിങ്ങൾ യേശുവെ എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് പറഞ്ഞ മാത്രയിൽ നിങ്ങളെ കൊന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ. എന്നാൽ ഇവിടെ വെച്ചിരിക്കുക, ഇവിടെ ഭൂമിയിൽ തന്നെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പദ്ധതി, ഒരുവൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ എന്തായി തീരും എന്ന് മറ്റുള്ളവർക്കും ഒരു മാതൃകയാകാനാണ് നിങ്ങൾ എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ലിമിറ്റേഷൻസ്, അവിടെ ദൈവം ആരെയും ഒതുക്കത്തില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 23:7 പറയാണ്, ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ അവനായി തീരും. ആസ് എ മാൻ തിങ്കത്ത്. അപ്പോൾ നമ്മുടെ മനസ്സിനാണ് ഒരു രൂപാന്തരം വരേണ്ടത്. മനസ്സിനകത്ത് രൂപാന്തരം വന്നാൽ നിങ്ങൾക്കും എനിക്കും എത്താവുന്നത് ഒരു പരിധിയില്ല. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്കൈ ഇസ് ദ ലിമിറ്റ്. നിങ്ങൾക്കും എനിക്ക് സ്കൈ അല്ല ലിമിറ്റ്. സ്വർഗീയ സ്ഥലത്ത് അത്യന്തമീതെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും, വിദ്യാർത്ഥികളായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരു പരിധി, ഒരു ലിമിറ്റ് വെക്കരുത്. കാരണം എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങളെ മോൾഡ് ചെയ്യുന്നത്. മനസ്സാക്ഷിയ ചിന്തയെ കുറ്റപ്പെടുത്തുന്നതും ഒതുക്കുന്നതും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം മനസ്സാക്ഷിയെ കഴുകി. നോക്ക്, നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തെ ഇൻറ്റേർണൽ സർക്യൂട്ട് നമുക്ക് തൊടാൻ പറ്റത്തില്ല, അത് സീൽഡാണ്. അതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം തൊടാൻ പറ്റത്തില്ല. പുറമെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ അകത്ത് തൊടണമെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറർ തന്നെ വേണം ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ കാര്യം അറിയാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ക്രൈസ്തവ മതത്തിൻ്റെ ഭാഗമാകുമല്ല. ക്രൈസ്തവ മതത്തിനും അല്ലെങ്കിൽ ബാക്കിയെല്ലാം ബാഹ്യമായ പല കാര്യം നടക്കുമെങ്കിലും, യേശുവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് വരണം, എന്നെ അങ്ങയുടെ രക്തത്താൽ കഴുകണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സാക്ഷിയെ കഴുകി ശുദ്ധീകരിക്കുന്നു. മനസ്സാക്ഷിയെ കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്ക് രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, ഞാൻ കൊള്ളരുതാത്തതെന്നുള്ള ചിന്താഗതി മാറും. ഞാൻ പാപിയാണ്, കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഇല്ല. എനിക്ക് ഭയമാണ്. നല്ലൊരു ശതമാനം ആൾക്കാർ ഒരു പുതിയ സംരംഭം ചെയ്യാനോ അല്ലെങ്കിൽ വലിയൊരു കാഴ്ചപ്പാടിലോട്ട് പോകാത്തത് പരാജയ ഭീതിയാണ്.
ഈ പരാജയഭീതി എവിടെ നിന്ന് വരുന്നു? മനുഷ്യനിലുള്ള ഭീതി. എന്നാൽ മനസ്സാക്ഷി കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനസ്സാക്ഷി കഴുകൽ പ്രാപിക്കുമ്പോൾ അതിധൈര്യമാണ് വരുന്നത്. വചനത്തിൽ പറയുന്നത് കോൺഫിഡൻസാണ് വരുന്നത്. മറ്റൊരു വാക്ക് പറയാം, ബോൾഡ്നെസ്സാണ് വരുന്നത്. സോ യേശു ക്രിസ്തു അകത്ത് വരുന്ന, അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ എങ്ങനെയാണ് പറയുന്നത്? എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ക്രിസ്തു മുഖാന്തരം എൻ്റെ അകത്ത് അതുപോലെ ദൈവശക്തിയായിരിക്കും.